പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആര്യ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ 2023 12th പാസ് ഔട്ട് ആയത്. അപ്പോൾ തൊട്ടിട്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വീട്ടുകാർക്കാണെങ്കിലും ഡിഗ്രിക്ക് എന്തെങ്കിലും വിടണമെന്നായിരുന്നു. എനിക്കാണെങ്കിലും BCA എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ജർമ്മനി ഇപ്പോൾ എനിക്ക് അബ്രോഡ് സ്റ്റഡീസിനോട് താല്പര്യം ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയാണ് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അത് 2019 അമ്മ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയാണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തില്ല. അത് പതുക്കെ അങ്ങ് പോയി, കൂട്ടാണ്ട് അങ്ങ് പോയി. പിന്നെയാണ് അമ്മ ഉടമ്പടി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു 2023. സോ അമ്മ വീട്ടിലിരുന്ന് സാക്ഷ്യങ്ങൾ കേൾക്കും, പ്രാർത്ഥന ചൊല്ലും, അത് കഴിഞ്ഞിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പോൾ ഞാൻ എന്നും ഈ ഡെയിലി ഇത് തന്നെ ആയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുന്നത്, മറ്റുള്ളവരുടെ കേട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അതിന് മാപ്പ് പറയും എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എന്താണെന്നോ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കുഞ്ഞിലേ തൊട്ടേ ക്രിസ്ത്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചതും. LKG സെക്ഷൻ തൊട്ടിട്ട് ക്രിസ്ത്യൻ സ്കൂളിലൊക്കെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. സോ അപ്പോൾ തൊട്ടേ എനിക്ക് ഈശോയിനെ അറിയാം, മാതാവിനെ അറിയാം. ഞാൻ പള്ളിയിൽ പോകും. അപ്പോൾ എനിക്കെന്തോ ഞാൻ മെൻ്റലി കുറേ വീക്കായിരുന്നു ആ ഒരു ടൈമിൽ. ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ലേറ്റായിട്ടായിരുന്നു പോയത്. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായി. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായി. എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, നേരെ ചൊവ്വെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. പള്ളിയിൽ പോകും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വചനപ്പെട്ടി വാങ്ങിച്ചെങ്കിൽ പോലും ഞാനത് തുറന്ന് വായിക്കുകയോ ഏതെങ്കിലും ഒരു വചനം എടുത്ത് വായിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു നൈറ്റ് ഞാൻ മെൻ്റലി ഭയങ്കര ബ്രേക്കായിട്ട് ഞാൻ ലിറ്ററലി ഇരുന്ന് കരയുക. ഞാൻ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളിൽ വചനപ്പെട്ടി ഇരിക്കുക. ഞാൻ ഇന്നേ വരെ അത് തുറന്നൊരെണ്ണം പോലും എടുത്ത് വായിച്ചിട്ടില്ല. ഞാൻ ആദ്യം അതെടുത്ത് വായിച്ചിട്ട് എനിക്ക് കിട്ടിയ വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇതാണ് എനിക്ക് വചനപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ വചനം. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു, ഈശോ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ടേ ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ ഒരു 1 year എടുത്തിട്ട് ജർമ്മൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അവിടുത്തെ പഠനം എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ക്ലാസ്സസ് ഒന്നും നേരെ ചൊവ്വെ അല്ലായിരുന്നു. പിന്നെ ഞാൻ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു 7 മാസം അങ്ങനെ വെറുതെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഫസ്റ്റ് ജസ്റ്റ് ജർമ്മൻ അറിയാൻ പറ്റുമായിരിക്കും, റീഡിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും ഗ്യോത്തയിൽ. അപ്പോൾ ഞാൻ റീഡിങ്ങും സ്പീക്കിങ്ങും കൂടി എടുത്തു. ഗ്യോത്തയിൽ ഞാൻ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടാണ് സ്പീക്കിങ്ങിന് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കൂടെ ഇരുന്ന കാൻഡിഡേറ്റ്സൊക്കെ പറയുന്നുണ്ട് അവരുടെ കസിൻസൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും പുതിയ ക്വസ്റ്റ്യൻസ് അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉടമ്പടിയിലുണ്ടല്ലോ, ലൈക്ക് എനിക്ക് പഠിച്ചത് മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കറക്റ്റ് കയറിയതും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏതോ പൊളിറ്റിക്സിനെ പറ്റിയിട്ടൊക്കെ എനിക്കൊരു ടോപ്പിക്ക് കിട്ടി. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. എൻ്റെ കൂടെയുള്ള കൊച്ചിനാണെങ്കിലോ ഞാൻ വീട്ടിൽ നിന്ന് ഏതാണോ ലാസ്റ്റ് നോക്കിയിട്ട് ഇറങ്ങിയത് ആ ടോപ്പിക്കായിരുന്നു എൻ്റെ കൂടെയുള്ള കൊച്ചിന് കിട്ടിയത്. എനിക്കറിയില്ല, ഞാൻ അവിടെ ഇരുന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ കരയുമായിരുന്നു. കരഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, എന്തിനാ മാതാവ് എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്, ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എന്നിട്ട് നീ എന്നെ ഇങ്ങനെ ആക്കിയില്ലെന്ന് ഞാൻ വെറുതെ ബ്ലെയിം ചെയ്തു മാതാവിനെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. പിന്നെ അത് 2 modules ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ജർമ്മൻ്റെ. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാർക്ക് കിട്ടിയില്ല. സ്പീക്കിങ്ങിന് എനിക്കൊന്നും കിട്ടി. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, കരയായിരുന്നു ഞാൻ ലിറ്ററലി ഇരുന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചൊരു 2 months ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ മെൻ്റലി ഭയങ്കര എനിക്കിനി പറ്റുമോ, ഓക്കെ ഫൈനലായിട്ട് ഇനി BCAക്ക് മൈസൂർ പോയി ചേരാം എന്ന് പറഞ്ഞിരിക്കണമായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടുത്തെ ഗ്ലാസ് ഡോർ ഞാൻ തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞത്, മാതാവ് ഇത് ഫൈനലാണ്, എനിക്കിനി വയ്യ എഴുതാൻ, കാരണം ഫാമിലി എനിക്ക് ഈ പൈസ എപ്പോഴും വീട്ടിൽ നിന്ന് ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചതും. എന്തോ ദൈവാനുഗ്രഹം കൊണ്ടിട്ട് അവസാന നിമിഷമാണെങ്കിലും എക്സാമിൻ്റെ ഫീസാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കാനുള്ള പൈസയാണെങ്കിലും ചേച്ചി വഴി മാതാവ് സഹായിച്ച് എനിക്ക് എപ്പോഴും അതിനൊരു തടസ്സമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും പൈസ ഇങ്ങനെ ഞാൻ കാരണം പരീക്ഷ എഴുതുന്നു, പൊട്ടുന്നു, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, മാതാവ് ഇത് ഫൈനലാണ്, ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യും, ഞാൻ എന്തെങ്കിലും ഡിഗ്രി ഞാൻ എടുത്തു പോയി പഠിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കയറുന്നത്. അവിടുന്ന് ഞാൻ എക്സാം പ്രിപ്പറേഷൻ എടുത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും കൂടെ 24 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ബുക്ക് ചെയ്തു ട്രിവാൻഡ്രത്ത് ചിലക്ക് എക്സാമിന്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജർമ്മൻ ഏത് എക്സാം പാറ്റേൺ ആണെങ്കിലും ജർമ്മനാണ് ഡിഫിക്കൽട്ടാണ്. പക്ഷേ എക്സാം പാറ്റേൺ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ ചിലക്കും ഗ്യോത്തിയൊക്കെ തമ്മിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രം ബുക്ക് ചെയ്തു. എൻ്റെ അമ്മ മാത്രമേ പേരൻ്റായിട്ട് എൻ്റെ കൂടെ വന്നുള്ളൂ. ബാക്കിയൊക്കെ സ്റ്റുഡൻസ് അവർ മാത്രമാണ് വീട്ടിൽ നിന്ന് വന്നത്. ഞങ്ങൾ എന്നിട്ട് ജൂൺ 19 എനിക്ക് എല്ലാവർക്കും ഡേറ്റ് കിട്ടി. അപ്പോൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തരും, ഇത് ഇന്നതൊന്നും അവിടെ പോയി ചെയ്യല്ല. അവിടെ ഒരു ലേഡി പറയുകയും ചെയ്തു, ചിലർ ബിലീഫിൻ്റെ ഭാഗമായിട്ട് കൃപാസനത്തിൽ ഉപ്പ് കൊണ്ടിട്ട് സിസ്റ്റത്തിലൊക്കെ ഇടും, അതാരും ചെയ്യില്ലെന്ന്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പും കാശ്രൂപൊക്കെ ഞാൻ പോക്കറ്റിലൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഹോളിൽ കയറുന്നത് ഓൾറെഡി. അപ്പോൾ ഞാൻ ഹോളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാമിനർ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഞാൻ ഉപ്പെടുത്ത് സിസ്റ്റത്തിലിട്ടുള്ള ടേബിളിലൊക്കെ ഞാൻ എൻ്റെ വിശ്വാസം എൻ്റെ മാതാവിൻ്റെ കാശ്രൂപ ഉപ്പ് എൻ്റെ കയ്യിലുണ്ട്, അതിനുള്ള വിശ്വാസത്തിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുമ്പോഴത്തേക്കും ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനർ പേര് വിളിക്കും. ഫസ്റ്റ് പേര് വിളിച്ചപ്പോൾ എൻ്റെ നെയിം ഇല്ല. അപ്പം ഞാനോർത്ത് വിട്ടുപോയതായിരിക്കും. 3 റോ ആയിട്ടാണ് ഇരിക്കുന്നത്, അതിനകത്ത് നടുക്കത്തെ റോയിൽ ഏറ്റവും ബാക്കിലായിരുന്നു ഞാൻ. അപ്പോൾ ഫസ്റ്റ് പേര് എല്ലാവരെയും വിളിച്ചപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ വിട്ടുപോയതായിരിക്കും എന്ന് ഓർത്തു. പിന്നെ സെക്കൻഡ് ടൈമും പേര് വിളിച്ചപ്പോൾ എൻ്റെ നെയിം ഇല്ല. അപ്പോൾ ആരെയാ പേര് വിളിക്കാത്തതെന്ന് പറഞ്ഞ് കൈ പൊക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൈ പൊക്കി. എനിക്കപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. പക്ഷെ ബാക്കി എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഇരിക്കുന്നവർ മൊത്തം. അത് കഴിഞ്ഞിട്ട് എക്സാമിനർ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് പറയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൽ, സംസാരിക്കൽ, അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ തുടങ്ങിയതായിരുന്നു. നമ്മൾ ഓരോരോ ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം, നമ്മൾ ഷ്രൈബനൊക്കെ ആണെങ്കിൽ ഓരോരോ ടെംപ്ലേറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ആ ഒരു ടെംപ്ലേറ്റ് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്താൽ തന്നെ നല്ലൊരു അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. സോ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ടെംപ്ലേറ്റ്, അത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ബാക്കോട്ട് നിൽക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ചെക്കന്മാർ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ആൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് അവർക്കും കൂടെ പഠിക്കാൻ കൊടുത്തു. അപ്പോൾ ക്ലാസ്സിലൊരു 75% എൻ്റെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സ് എൻ്റെ തന്നെ ടെംപ്ലേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്നപ്പോൾ എക്സാമിനർ പറയുന്നത് ഒരേ സെൻറ്റൻസ് തന്നെ ഒന്നിൽ കൂടുതലുള്ള സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് 0 ആക്കി കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞ് എനിക്ക് സങ്കടം കൊണ്ടല്ല, ഞാൻ മാതാവിനോട് നന്ദിയാണ് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ പേര് മാത്രമാണ് അതിനകത്ത് വിളിക്കാണ്ടിരുന്നത്. ഇപ്പം എൻ്റെ പേരും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ 0 ആയി പോയേനെ. എന്നിട്ട് ഞാൻ അവിടെ ലിറ്ററലി ഇരുന്ന് കരഞ്ഞപ്പോൾ അവിടുത്തെ എക്സാം ഹാളിലിരുന്ന എക്സാമിനറിന് ആരോടും മിണ്ടാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു ഇരുന്നത്, എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നിട്ട് എന്നെ കംഫോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കതിൻ്റെ ഒരാവശ്യമില്ല, എനിക്ക് ആളെ അറിയില്ല, ആ സാറിന് എന്നെ അറിയില്ല. അവിടെ ഇരുന്നിട്ട് എന്നെ കംഫോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആര്യയുടെ പ്രശ്നമല്ല, ഇവിടുത്തെയും പ്രശ്നമല്ല, അത് ജർമ്മനിയിൽ അവിടുത്തെ എക്സാം സെൻറ്ററിൽ ആര്യയുടെ പേര് വരാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷേ ചോദിച്ചു സ്പീക്കിംഗ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആഫ്റ്റർ 2 PM സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു, 1/2 hour. അപ്പോൾ ഞാനാണെങ്കിൽ പുറത്തിറങ്ങിയ ആ ഒരു ടൈമിൽ ഈ സാറ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മേനെ വിളിച്ചു. എൻ്റെ അമ്മ മാത്രമേ പേരൻ്റായിട്ട് വന്നുള്ളൂ. അമ്മയാണെങ്കിൽ പുറത്തിരുന്നിട്ട് എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ എവിടെ എക്സാമിന് പോയാലും എൻ്റെ കൂടെ വന്നിട്ട് എപ്പോഴും അമ്മ ജപമാല ചൊല്ലിക്കൊണ്ട് പുറത്തിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷൻ കയറി. ഞങ്ങൾ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് മനസ്സിലാക്കി, ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അന്ന് രാത്രി
രാത്രി ഞാൻ സ്റ്റേ ചെയ്ത് റീഡിംഗ് ഒക്കെ ആണെങ്കിലും അറിയാം, നമ്മൾ ആദ്യം കുറേ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറേ മെറ്റീരിയൽസ് നമുക്കുണ്ട്. സോ അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് അന്ന് രാത്രി തന്നെ ഇരുന്ന് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തു, റിവൈൻഡ് ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ സാർ എന്നെ വിളിച്ച്, സാറും അവിടുത്തെ ഡയറക്ടറും തമ്മിലുള്ള ചാറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. ഹീ ലിറ്ററലി ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. എന്നെ അറിയുക പോലും ഇല്ല ആൾക്ക്, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ആൾ റിക്വസ്റ്റ് ചെയ്ത് താങ്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നു ആ സാറ്. ആൻഡ് എനിക്ക് അന്ന് റൈറ്റിങ്ങിൻ്റെ എക്സാമിന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റം അന്ന് ഓപ്പൺ ആയിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ തലേന്ന് രാത്രി പഠിച്ചതാണ്. തലേന്ന് രാത്രി ഞാൻ റിവൈൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് സിസ്റ്റത്തിൽ വന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അന്ന് തലേന്ന് എനിക്ക് സ്പീക്കിംഗ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ ഫസ്റ്റ് എന്നെ തന്നെയായിരുന്നു സ്പീക്കിങ്ങിന് വിളിച്ചത്. സ്പീക്കിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റീവ് ജർമ്മൻ ആ ടൈമിൽ ഭയങ്കര വീക്കായിരുന്നു. ലൈക്ക് അപ്പോൾ എന്താണ് അക്കാഡമിക് എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രമായിരുന്നു, വൊക്കാബും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. പക്ഷേ അന്ന് എനിക്ക് സിസ്റ്റത്തിൽ ഓൺലൈനായിരുന്നു. സിസ്റ്റത്തിൽ ജർമ്മൻകാരൻ ഓൺലൈനായിട്ട് വരും, നമ്മൾ 2 കാൻഡിഡേറ്റ് ഇരിക്കുകയായിരിക്കും അവിടെ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് നല്ല പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന മാതാവ് ഈശോയാണ്. എനിക്ക് നല്ല പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ജർമ്മൻ പറയുക, ലൈക്ക് ഞാൻ പറയുന്ന സാറിന് മനസ്സിലാവുന്നുണ്ട്, സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കറിയില്ല, അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് അത്ഭുതമായിപ്പോയി. അതുപോലെ എന്നെക്കൊണ്ട് മാതാവ് പറയിപ്പിക്കുകയായിരുന്നു ജർമ്മൻ. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും സാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കറിയാം നീ പാസ്സാവുമെന്ന്. ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അപ്പോൾ പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ. സാറൊരു ഫിലിപ്പീനായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴും ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്തത് കൊണ്ട് എൻ്റെ നല്ല ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ ഈ 19th എഴുതിയ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നു. അപ്പോൾ ആളുടെ അത് പിള്ളേരുടെയൊക്കെ റിസൾട്ട് കുറേ പേരുടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും പേര് അതിനകത്തുണ്ടായിരുന്നു. ഒരു 6 പേരുടെ പേര് ചീറ്റിംഗ് ലിസ്റ്റിൽ വന്നിട്ട് അങ്ങനെ കിടക്കുക. അതായത് ഞാനും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു ആ 19th എക്സാം. അവിടെ നിന്നാണ് മാതാവ് ഈശോയും കൂടെ എന്നെ എടുത്തിട്ട് 20th എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. 19th എഴുതിയ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ചീറ്റിംഗ് ലിസ്റ്റിലും പേര് വന്നു. അവർക്ക് ഇനി ആ ഒരു മാർക്ക് ഒന്നിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ പാസ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും ചീറ്റിംഗ് ലിസ്റ്റിൽ പേര് വന്നു അവരുടെ. അതിനകത്തു നിന്നാണ് മാതാവ് എന്നെ രക്ഷിച്ചത്. അവരുടെ റൈറ്റിംഗ് ആണെങ്കിലും 0 ആയിട്ട് കിടക്കുകയായിരുന്നു. കാരണം എൻ്റെ കുറേ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാവരും കൂടെ എഴുതിയപ്പോഴത്തേക്കും 0 ആയി. അത് കഴിഞ്ഞ് എക്സാം പാസ്സായി. എനിക്ക് ഓഗസ്റ്റ് 7th എൻ്റെ റിസൾട്ട് വരുന്നത്. എൻ്റെ മിക്ക കാര്യങ്ങളും എൻ്റെ എക്സാം ആണെങ്കിലും ഒന്നെങ്കിൽ 7-ാം തീയതി അല്ലെങ്കിൽ ചൊവ്വാഴ്ച. ഈ ഒരു 7-ാം തീയതി ചൊവ്വാഴ്ച വെച്ചിട്ടായിരിക്കും എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്നത്. റിസൾട്ട് വരുന്നത്, എക്സാമിന് പോകുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് ജർമ്മൻ ട്യൂട്ടറായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാനുള്ള ഭാഗ്യം അമ്മ മാതാവ് തന്നിട്ടുണ്ട്. പിന്നെ ജനുവരി മാസത്തിൽ ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഫോർ ഏപ്രിൽ ഇൻടേക്ക് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അത് അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. കിട്ടുമെന്ന് നല്ല ഉറപ്പാണ്, നമുക്ക് പാസ്സാവുമെന്നൊക്കെ നല്ല ഉറപ്പാണ്. അതും നല്ലൊരു സ്ഥലത്തേക്കായിരുന്നു. ഡോഷ് റെഡ് ക്രോസിൻ്റെ ജർമ്മനിയിലുള്ള റെഡ് ക്രോസിൻ്റെ ഒരു ഇതായിരുന്നു, ഹൗസ് ബിൽഡിംഗ് ഒരു ഇതായിരുന്നു, അത് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഗ്രൂപ്പിലിടും ഓരോരോ റിസൾട്ട്. നോക്കിയപ്പോഴത്തേക്കും വേറെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ഏജൻസിയിലെ പിള്ളേരുടെ മാത്രം പേരായിരുന്നു ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ പേര്, എൻ്റെ ഫ്രണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 6ടെയും പേര് അതിനകത്തില്ലായിരുന്നു. ഓൾറെഡി അവർക്ക് ടൈപ്പുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏജൻസി ആയിട്ടുള്ള പിള്ളേരെയായിരുന്നു അവർ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര മെൻ്റലി അപ്പോഴും ഭയങ്കര ഡൗൺ ആയിപ്പോയ മൊമെൻ്റായിരുന്നു. കാരണം ഞാൻ 2023 12th പാസ് ഔട്ട് ആയത്. ഓൾറെഡി 2026 ആയി. എൻ്റെ കുറേ ടൈം അങ്ങനെ എക്സാമിൻ്റെ അതും ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എനിക്ക് പിന്നെയും ഇനിയും സെപ്റ്റംബർ വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം മാതാവേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ലൈക്ക്
ചങ്ക് പൊട്ടി കരയുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരവസ്ഥ. രാത്രി ഉറക്കമില്ല, അങ്ങനെയൊക്കെ ഭയങ്കര. ഞാനും എൻ്റെ ഫ്രണ്ടും വിളിച്ചിരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എടി ഇനി എങ്ങനെയൊക്കെ പോയാലും നമുക്ക് ഏപ്രിൽ ഇൻടേക്ക് കിട്ടില്ല, നീ അത് വിട്ടേക്ക്, നീ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ഏപ്രിൽ ഇൻടേക്ക് കിട്ടില്ല, നമുക്ക് രണ്ടുപേർക്ക് ഇനി സെപ്റ്റംബർ ഇൻടേക്കിനെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഓൾറെഡി അവൾ തന്നെ എന്നോട് പറയും, എടി നീ അങ്ങനെ വിചാരിക്കും, നീ പിന്നെ വിഷമിച്ചിരിക്കല്ലേ, പോയി നമ്മൾ എന്ത് ചെയ്യാൻ, അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഹോപ്പ് വിടാണ്ട് ഞാൻ പറഞ്ഞു, ഇല്ലടി നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാകും, മാതാവ് എന്തെങ്കിലും വഴി കാണിച്ചു തരും നമുക്ക്. ഞാൻ അവളോട് എപ്പോഴും പറയും, കൃപാസനത്തിൽ വാ, നീ ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക. അവൾക്ക് ഫസ്റ്റ് ടൈം എക്സാം ഒന്നും കിട്ടാണ്ട് 3rd ടൈമിലാണ് എക്സാം പാസ്സായത് അവൾ. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ കുറേ ആഡൊക്കെ കുറേ ന്യൂസൊക്കെ കണ്ടിട്ട് അവൾ എന്നോട് പറഞ്ഞു, എടി അവിടെയൊക്കെ നീ എന്താ അവർ ഈ പത്രമൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് തോന്നുന്നില്ല, നമ്മൾ ഈശോനെ പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ അവൾ കുറേ കേട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ തിരുത്തി കൊടുക്കും, എടി നീ അങ്ങനെയൊന്നും അല്ല പറയണ്ട, നീ അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കും, നീ ഇതൊക്കെ ഞാൻ ഇവളോട് പറയുന്നുണ്ട്, ഇങ്ങനെ എപ്പോഴും ഞാൻ പറയും. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഏജൻസിയിൽ എന്നിട്ട് ഞാൻ ഓൾറെഡി പണ്ട് പോയിട്ടുള്ള ഒരു ഏജൻസിയെ പഠിക്കുന്ന ടൈമിൽ അവിടെ ഞാൻ പിന്നെ പ്രോസസ്സിങ്ങിന് ഞാൻ കൊടുത്തു, എൻ്റെ ഫയലൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ കൊടുത്തു, എൻ്റെ യൂറോപ്പ CV ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഓൾറെഡി പോയി, അത് സെപ്റ്റംബർ ഇൻടേക്കിനുള്ള CV ആണ് ഞാൻ അവർക്ക് കൊടുത്തത്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെപ്റ്റംബർ ഇൻടേക്കിനുള്ള പ്രോസസ്സിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം എന്നെ ഞങ്ങളുടെ അവിടുത്തെ മാമാണെങ്കിൽ രാവിലെ വിളിച്ചിട്ട് ഒരു 9:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മാമാണെങ്കിൽ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ ഏപ്രിൽ പോകാൻ റെഡിയാണോ എന്ന്. ഞാൻ എന്നിട്ട് ഉറക്കത്തിലാണ്, ഞാൻ ഫോണൊന്നും കൂടെ നോക്കിയത്, സ്വപ്നമാണോ എന്നൊക്കെ അറിയാൻ ഫോണൊന്നും കൂടെ നോക്കി. മാം പറഞ്ഞു, ആര്യ ഏപ്രിൽ പോകാൻ റെഡിയാണ്, നമുക്കൊരു 3 സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്, അവർക്ക് അർജൻറ്റായിട്ട് സ്റ്റുഡൻസിനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാത്രി ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടാണ് കിടന്നത്. എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ വയ്യ, കാരണം അത്രയും ടൈം കുറച്ചും കൂടെ കിടക്കുക, 7 മാസം നിയർലി ഇനിയുണ്ട്, 7 മാസം എനിക്ക് വയ്യ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞതാണ് മാതാവിനെ ഈശോനെ വിളിച്ചിട്ട്. പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് മാം ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത്, 3 സീറ്റ് ഉണ്ട്, ആര്യ റെഡിയാണോ പോകാൻ. അപ്പം ഞങ്ങൾ ഓൾറെഡി മാതാവ് അനുഗ്രഹിച്ച് പൈസയൊക്കെ ഈ ജനുവരിയിലത്തേക്ക് പോകണമല്ലോ, ജനുവരിയിലത്തേക്ക് എന്തായാലും ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പം തന്നെ ക്യാഷ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഓൾറെഡി പൈസ അങ്ങനെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാമിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാം പറയുന്നത്, ആര്യ വിത്തൗട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ മാം, ലൈക്ക് മാം എന്നോട് പറഞ്ഞത് ചിലപ്പോൾ റിക്രൂട്ടറായിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് സ്കൂളായിട്ടോ എംപ്ലോയറായിട്ടോ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, കാരണം അവർക്ക് അതിനുള്ള ടൈമില്ല. ഞാൻ അപ്പോഴത്തേക്കും ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും, മാതാവ് സമയചുരുക്കം നടത്തുന്ന മാതാവ് എന്ന് എപ്പോഴും പറയും. ഞാൻ ശരിക്കും അത് അനുഭവിച്ചൊരു ദിവസമായിരുന്നു അന്ന്. രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റാണ് എന്നോട് പറയുന്നത് ഏപ്രിൽ പോകാൻ റെഡിയാണോ എന്നൊക്കെ. ഞാൻ അപ്പോഴത്തേക്കും അമ്മേനോട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് കാരണം എൻ്റെ ഫയൽ ഓൾറെഡി ഞാൻ ഡോക്യുമെൻറ്റേഷനൊക്കെ അവർ ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് എൻ്റെ ഫയലും എടുത്ത് കൊടുത്തു അവർക്ക്. വിത്തിൻ 1 ഡേ എനിക്കെൻ്റെ കോൺട്രാക്റ്റ് കിട്ടി. വിത്തൗട്ട് ഇൻ്റർവ്യൂ എനിക്കെൻ്റെ കോൺട്രാക്റ്റ് മാതാവ് എനിക്ക് തന്നു. അവിടുത്തെ എംപ്ലോയർ സൈഡിൽ നിന്നും സ്കൂളിൻ്റെ സൈഡിൽ നിന്നൊക്കെ എനിക്ക് കോൺട്രാക്റ്റ് തന്നു. ഞാൻ നോക്കിയപ്പോൾ അതും റെഡ് ക്രോസിൻ്റെയാണ്. ഞാൻ സ്കൂൾ ടൈമിൽ റെഡ് ക്രോസിനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മെമ്പറായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതും റെഡ് ക്രോസിൻ്റെ. ആൻഡ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റൈഫൻഡ് ആണെങ്കിലും യൂഷ്വലി 3 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 3rd ഇയറിൽ കിട്ടുന്ന സ്റ്റൈഫൻഡാണ് എനിക്ക് ഫസ്റ്റ് ഇയറിൽ അവിടെ കിട്ടുന്നത്. അതിന് മാതാവിനോട് ഞാൻ കുറേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ വിസയ്ക്ക് വെച്ചപ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ വിസയ്ക്ക് എനിക്ക് എവിടെ നിന്നൊക്കെ എനിക്ക് സഹായം വരുന്നതെന്ന് അറിയില്ല. ഞാനൊന്നും അറിഞ്ഞില്ല ആക്ച്വലി. എൻ്റെ ഫയലൊക്കെ അവർ തന്നെയാണ്, എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. വിസയ്ക്ക് വെക്കുക, അവർ പറഞ്ഞു അവിടെ പോയി ചെയ്യണം, ഞാൻ അതുപോലെ ചെയ്തു, വിസയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ളവർ ഈ കഴിഞ്ഞ ആഴ്ച കൂടെയുള്ളവർ കയറിപ്പോയി. അതായത് 28th or 27th എൻ്റെ കൂടെയുള്ളവർ ജർമ്മനിയിലേക്ക് കയറിപ്പോയി. അവർക്ക് വിസ നേരത്തെ വന്നു. എൻ്റെ മാത്രം അതായത് 3 പേരുണ്ട്, അതിനകത്ത് 2 പേരുടെ വിസ നേരത്തെ വന്നിട്ട് അവർ കയറിപ്പോയി. അപ്പോൾ മാമും സാറും പറയുന്നുണ്ട്, ആര്യ പാനിക് ആവല്ല്, അവർ ഓൾറെഡി അവർക്ക് പോയേ പറ്റുള്ളൂ, ആര്യനെ ഞങ്ങൾ പുറകെ ഉടനെ തന്നെ വിടാമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴത്തേക്കും
മെൻ്റലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് പാനിക് അറ്റാക്ക് വരുന്ന അങ്ങനെ കുറേ ഇഷ്യൂസ് എനിക്കുണ്ടായി. ഞാൻ അപ്പോഴും ഈശോനെ വിളിച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും, വചനപ്പെട്ടി എടുക്കും. അവിടുന്ന് എനിക്ക് കിട്ടുന്ന വചനങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഈശോ അതിൽ കൂടെ എനിക്ക് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ ഫോണിൽ എനിക്ക് വചനങ്ങൾ കിട്ടും, അതിനകത്ത് ഓരോന്നും വരുന്നതും ഗോഡ് ഈസ് വിത്ത് ഹെർ, ഷീ വിൽ നോട്ട് ഫെയിൽ. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത് ഇറ്റ് വിൽ ഹാപ്പൻ. ഇതൊക്കെയാണ് എനിക്ക് ഓരോ തവണ എനിക്ക് ഈശോ എന്നോട് സംസാരിക്കുന്ന പോലെയാണ് ഓരോ വചനത്തിൽ കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഈ തിങ്കളാഴ്ച അപ്പോൾ പിള്ളേർ കയറിപ്പോയപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഞാൻ കരയുന്നത് കണ്ടിട്ട് അമ്മ ചങ്ക് പൊട്ടിക്കരയും, എൻ്റെ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവർ പോയില്ലേ മാതാവ്, എൻ്റെ കുഞ്ഞിനെ എന്തിനാ ഒറ്റയ്ക്കാക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര കരച്ചിൽ. എനിക്ക് മറ്റുള്ളവർ കരയുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിങ്ങലാണ്. എനിക്ക് ഭയങ്കര വിങ്ങലാണ്. അപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ അവിടുന്ന് ഭയങ്കര പ്രാർത്ഥനയും കരച്ചിലും ഒക്കെ. തിങ്കളാഴ്ചയാണിത്. അപ്പോഴത്തേക്കും എൻ്റെ വേറൊരു VFSൻ്റെ അവിടെ പോയപ്പോഴും എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ഹൗസ് ബിൽഡിങ്ങിനല്ല, വേറൊരു കോഴ്സിന്. അവൾക്കും ഇതുപോലെ വിസ വന്നിട്ടില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എടി ഈ ആഴ്ച തന്നെ മാതാവ് എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാക്കും, നിനക്കും എനിക്ക് ഒരുമിച്ച് തന്നെ വിസ വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഞാനൊരു 10:30 ആയപ്പോഴത്തേക്കും, ചൊവ്വാഴ്ച ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ TV ഒക്കെ ഓണാക്കാൻ നിൽക്കുമായിരുന്നു. കറക്റ്റ് 10:30 ആയപ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞൊരു മെസ്സേജും മെയിലും എനിക്ക് വന്നു. അതേ സമയം തന്നെ എനിക്ക് ആ VFSയിൽ നിന്ന് പരിചയപ്പെട്ട കൊച്ചിനും ഇതുപോലെ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞിട്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ വന്നു. ലൈക്ക് എന്നെ അവിടെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചത് എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയെന്നായിരുന്നു അമ്മ അവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പോൾ VFSയിൽ നിന്ന് ചിലപ്പോൾ അവളുടെ കൂടെ പോകാനായിരിക്കും മാതാവ് വിധിച്ചിട്ടുണ്ടാവുക. അവൾക്കും ആ സെയിം ഡേറ്റിൽ തന്നെ മെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് എനിക്ക് എൻ്റെ വിസ കിട്ടിയത്. ഇന്നലെ വിസ കിട്ടിയപ്പോൾ അവൾ തൃശ്ശൂരുള്ള കൊച്ചാണ്. അവൾക്കാണ് ആദ്യം വന്നത്. അവൾ പറഞ്ഞു, എടി അവൾക്ക് ഫസ്റ്റ് ഓൾറെഡി റിജക്ഷൻ വന്നത് ഒരു തവണ. ഞാൻ അവളെയും കൂടെ വെച്ചിട്ടാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാതാവെ ആ കൊച്ചിനോട് കിട്ടണേ, അവൾക്ക് ഫസ്റ്റ് ഒന്നാമത്തെ റിജക്ഷൻ വന്നത് അവൾക്കും കൂടെ കിട്ടണേ, ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്കും പാസ്പോർട്ട് വന്നപ്പോൾ എനിക്കും വിസ വന്നിട്ടുണ്ട്. അത് 7ാമത്തെ പേജിൽ എൻ്റെ മാതാവ് എനിക്ക് വിസ അടിച്ച് തന്നിട്ടുണ്ട്. ഇന്നലെ അപ്പം തന്നെ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത്, ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ഒരേ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയി ഇറങ്ങുന്നത്. ഇത്ര അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാനാണെങ്കിൽ എനിക്ക് ഒട്ടും ടൈമില്ല. ഞാൻ എൻ്റെ സ്യൂട്ട് കേസ് മാത്രമേ വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ ഓൾറെഡി. എനിക്കിനി സാധനങ്ങൾ വാങ്ങിച്ച് തുടങ്ങണം. ഞാൻ പോകുന്നത് ഈ വരുന്ന മൺഡേ May 4th ഞാൻ പോകുന്നത്. കാരണം എനിക്ക് ഉടനെ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ഓൾറെഡി ക്ലാസ് മാർച്ചിൽ തുടങ്ങിയ ക്ലാസ്സാണ്. എനിക്കിപ്പോഴും എന്നിട്ട് അവർ ടൈം തന്നിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തത്, ഞങ്ങൾ ക്യാൻസർ വാർഡിൽ പോകുമായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എറണാകുളത്തുള്ളത്. അവിടെ ക്യാൻസർ വാർഡിൽ പോയപ്പോൾ ഒരു തവണ പോയപ്പോഴും ഒരു 18 വയസ്സുള്ള ഒരു കൊച്ചാണ്. അവളെ ആണെങ്കിൽ ഞാൻ തിരിയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ കൊച്ചവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ അവരുടെ അടുത്തോട്ട് പോയപ്പോഴത്തേക്കും അവരുടെ അമ്മൂമ്മയായിരുന്നു അവരെ നോക്കിക്കൊണ്ടിരുന്നത്. അവരുടെ അച്ഛൻ മരിച്ചു പോയതാ, അവരുടെ അമ്മ ഇട്ടിട്ട് പോയതാ. ഈ അമ്മൂമ്മയാണ് ആ കൊച്ചിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൊച്ചിന് ഭയങ്കര ഡിപ്രഷനാണ്. അവൻ്റെ തലയ്ക്കായിരുന്നു ക്യാൻസർ. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ പിന്നെ അങ്ങോട്ട് പോകെ ദിവസം ഞാൻ ആ കൊച്ചിനെ വിസിറ്റ് ചെയ്യാൻ പോവുകയായിരുന്നു. വിസിറ്റേഴ്സ് ടൈം ഒന്നും ഇല്ലാണ്ട് എന്നെ നഴ്സുമാർ അകത്ത് കയറ്റി വിടും. എന്നിട്ട് പറയാം, ആ കൊച്ചിൻ്റെ ചേച്ചി വന്നല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കൊച്ചപ്പം എന്നോടായിരുന്നു പിന്നെ മിണ്ടി തുടങ്ങിയത്. ചിരിച്ച് ആ കൊച്ചിനൊരു സന്തോഷം, മുഖത്തൊരു സന്തോഷം എന്നെ കാണുമ്പോൾ. ഞാൻ അവിടെ ഇരുന്ന് അതിന് വേണ്ടിയിട്ട് ജപമാല ചൊല്ലും. ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ ജപമാലയൊക്കെ പഠിച്ചു തുടങ്ങിയത്, ചൊല്ലാൻ തുടങ്ങിയതും ആൾക്കാരെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ആ ക്യാൻസർ വാർഡിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പോകുമായിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കായിരുന്നു. അവർക്ക് വയറിലൊക്കെ വേദനയുള്ളവർക്ക് എൻ്റെ കയ്യിലുള്ള തൈലം ഞാൻ മാതാവിൻ്റെ പേര് ചൊല്ലി തേക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര അമ്മേനോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊച്ചി ഇന്നലെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ വേദന മാറി എന്നൊക്കെ ഒരു ആൻറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു
ശുശ്രൂഷയായിട്ട് ചെയ്തു, കാരുണ്യപ്രവർത്തനമൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ പുറത്തുനിന്നൊക്കെ വരുമ്പോഴത്തേക്കും ക്യാഷ് ഞാൻ കയ്യിൽ വെക്കുന്നത് കുറവാണ്. അപ്പോൾ ആണെങ്കിൽ ഒരു 10 രൂപ ഇല്ലെങ്കിലും ഞാനത് എന്നോട് ഞാൻ പൈസയായിട്ട് അങ്ങനെ കൊടുക്കാറുമില്ല. പക്ഷേ ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടിട്ട് ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അത് ഞാൻ ഉടമ്പടിക്ക് മുന്നേയും ചെയ്യുന്നുണ്ട്. ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പത്രമാണെങ്കിൽ എനിക്ക് പത്രം കൊടുത്ത് തീർക്കാൻ പറ്റാത്തപ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. ഇത് ആർക്കെങ്കിലും ഇപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും വേണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് പോകുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ കുറേ പേരൊക്കെ ഇങ്ങോട്ട് വന്ന് എനിക്ക് 2 എണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ കൊടുക്കാറുണ്ട്. അവരത്ര എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനാ, ബന്ധുക്കൾക്ക് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ച് വന്ന് വാങ്ങിച്ചു പോകുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ കൊടുക്കും. എനിക്ക് സാധാരണ കൊടുക്കാതിനെക്കാട്ടും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പത്രങ്ങൾ. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കാറാണ് ശ്രമിക്കാറ് പത്രങ്ങൾ. ഇത്രയും ചെയ്തു തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം തിരുവചനം. അവിടെ നിന്നാണ് നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. ആര്യ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, ആര്യ കൃത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് വിസ ലഭിക്കുവാനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയ അനുഗ്രഹം പ്രാപിച്ചു കൊടുത്തതെന്ന് ഏറ്റുപറയുന്നു. ആര്യ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പഠിക്കാനുള്ള ഒരു സഹായമായി കൊടുത്തപ്പോൾ അതെല്ലാം ഒരു ചീറ്റിംഗ് ലിസ്റ്റിലേക്ക് വരുന്ന ഒരവസരത്തിൽ പരിശുദ്ധ അമ്മ തന്നെ ഈ മകളെ കാത്തുരക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേയിലേക്ക് എക്സാം ഡിലേ ആക്കിയത് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു മകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു 1 ഡേ ഡിലേ, മറ്റൊരു സ്ഥലത്ത് പോയി പരീക്ഷ എഴുതുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നെല്ലാം നാം ചിന്തിച്ച് ആര്യ തന്നെ വളരെ സങ്കടപ്പെട്ട ഒരവസ്ഥയിലാണ്. അവരുടെ റിസൾട്ട് വന്നപ്പോഴുണ്ടായ ഒരു 0 റിസൾട്ടിനെ കുറിച്ച് അവൾക്കറിയാൻ സാധിച്ചതും പരിശുദ്ധ അമ്മ തന്നെ എത്രമാത്രം കരുതലോടെയും ഉടമ്പടി എന്താണ്, എന്നെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നതെന്നെല്ലാം വളരെ കൃത്യമായിട്ട് ഈ മകൾക്ക് മനസ്സിലാക്കാനായി സാധിച്ചു കൊടുത്തത് ഈ ഉടമ്പടിയാണ്. അതുപോലെ ജർമ്മൻ ട്യൂട്ടറാകാനുള്ള മകൾ പറയുന്നുണ്ട്, എനിക്ക് പലതും ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ എൻ്റെ പരീക്ഷാ സമയത്ത് ജർമ്മൻസ് പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് ജർമ്മൻസിനും മനസ്സിലാകാൻ തക്ക വിധം ഒരു വളരെ തുറവിയുള്ള ഒരു ഇൻ്റർവ്യൂ പരിശുദ്ധ അമ്മയും ഈശോയും കൂടി ഇൻ്റർവ്യൂ ടെസ്റ്റ് എക്സാം അവൾക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇനി അതൊരു സെപ്റ്റംബറിലേക്ക് മാത്രമേ പോകാൻ സാധിക്കൂ. മറ്റെല്ലാവരും പോയി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഈ മകൾക്ക് ഏപ്രിൽ എന്ന ആ ഒരു ആഗ്രഹത്തെ പരിശുദ്ധ അമ്മ തന്നെ വളരെ കൃത്യമായി ഇൻ്റർവ്യൂ കൂടാതെ ഈ മകൾക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് താൻ ആഗ്രഹിച്ച റെഡ് ക്രോസിൽ തന്നെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയത്. നമുക്ക് ഈ സാക്ഷ്യത്തെ വിലയിരുത്തുമ്പോൾ ഈ മകൾ 60 മേനി കൊയ്ത ഒരു സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. മറ്റുള്ളവർക്കെല്ലാം കിട്ടിയാലും എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ പ്രത്യാശയിൽ ജീവിക്കുന്നവർ, ജോസഫ് അച്ഛൻ്റെ കണക്കനുസരിച്ച് വിശ്വാസത്തിൽ ജീവിക്കുന്നവർ അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള നിലവിളിയോടെയാണ്. പക്ഷേ പ്രത്യാശയിൽ ജീവിക്കുന്നവർ മറ്റുള്ളവർക്കെല്ലാം കിട്ടിയാലും ഈശോ എനിക്ക് തരാനുള്ളത് സമയച്ചുരുക്കത്തിൽ എനിക്ക് തന്നിരിക്കും എന്നുള്ള വലിയ പ്രത്യാശയുടെ ജീവിതമാണ്. നമ്മൾ അതിൽ നിന്ന് ഉയരേണ്ടത് 100 മേനിയിലേക്കാണ്. 100 മേനി വിളവ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹം. ഈശോ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഭൗതിക ആവശ്യങ്ങളുടെ യാതൊരു നിയോഗങ്ങളുടെയും ആവശ്യമില്ല. എനിക്ക് ഈശോ എല്ലാം തരും. ഈശോ ആണ് എൻ്റെ പ്രയോറിറ്റി എന്നുള്ള ഒരു ലെവലിലേക്ക് നാം എത്തേണ്ടതാണ് ഉടമ്പടി എന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കണം. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ആര്യയ്ക്ക് ലഭിച്ച അനുഗ്രഹത്തോടൊപ്പം നമുക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.